മൂന്നാറിനും തിരുവനന്തപുരത്തിനും കൊച്ചിക്കും ശേഷം KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ ഡബിൾ ഡെക്കർ സർവീസാണ് തൃശൂർ ഡബിൾ ഡെക്കർ. ഉച്ച കഴിഞ്ഞ് 3 മണിക്കുള്ള ട്രിപ്പിനാണ് ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തത്. നല്ല വെയിലുള്ളതുകൊണ്ട് കുട ചൂടിയിരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചെങ്കിലും ട്രിപ്പിന്റെ സമയമായപ്പോഴേക്കും സ്വിച്ച് ഇട്ടതുപോലെ വെയിൽ പോയി. അല്ലെങ്കിലും വെയിൽ കൊണ്ടാലും മഴ കൊണ്ടാലും അപ്പർ ഡെക്കിലെ യാത്ര തന്നെയാണ് ഏറ്റവും രസമുള്ളത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വഴിയാണ് ഈ ട്രിപ്പിന്റെ റൂട്ട്. തിരുവനന്തപുരത്തേതുപോലെ അശോക് ലെയ്ലാൻഡിന്റെ സ്വിച്ച് എന്ന ഇലക്ട്രിക് ബസ്സാണിത്. അതുകൊണ്ട് തന്നെ ഒരു വിറയലും ശബ്ദവും ഇല്ലാത്ത യാത്രയാണ് ഈ സർവീസിലും കിട്ടാൻ പോകുന്നത്. കൃത്യം 3 മണിയോടെ തന്നെ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഡബിൾ ഡെക്കർ ബസ് യാത്ര ആരംഭിച്ചു. എയർ കണ്ടീഷൻ ചെയ്ത ആകാശപാതയ്ക്ക് അടിയിലൂടെ തൃശൂർ റൗണ്ട് എന്നറിയപ്പെടുന്ന സ്വരാജ് റൗണ്ടിലേക്കാണ് ആദ്യം പോകുന്നത്. മുനിസിപ്പൽ സ്റ്റാൻഡും കോർപ്പറേഷൻ ഓഫീസും കടന്ന് ബസ് റൗണ്ടിലേക്ക്. തൃശൂർ ടൗണിന്റെ ഐക്കോണിക് ലാൻഡ്മാർക്കുകളായ രാഗം തിയേറ്ററും വടക്കുംനാഥ ക്ഷേത്രവും തേക്കിൻകാട് മൈതാനമൊക്കെയാണ് റൗണ്ടിലെ പ്രധാന കാഴ്ചകൾ. ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചുള്ള യാത്ര പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെത്തി. തൃശൂർ പൂരം നടക്കുന്ന സ്ഥലം കൂടിയാണിത്. പുത്തൻപള്ളിയുടെ വിദൂര ദൃശ്യം കണ്ടുകൊണ്ട് റൗണ്ടിൽ നിന്നും സെന്റ് തോമസ് കോളേജിന് മുന്നിലൂടെ ബസ് യാത്ര തുടർന്നു. ആകാശം മുഴുവൻ മേഘാവൃതമായിരുന്നതുകൊണ്ട് ഒട്ടും വെയിലേൽക്കാതെയാണ് യാത്ര. തൃശൂർ ടൗണിൽ നിന്നും കാളത്തോട് വഴി മണ്ണുത്തിയിലെത്തി. ഇവിടെ നിന്ന് നാഷണൽ ഹൈവേയിലേക്ക് ബസ് പ്രവേശിച്ചു. ഹൈവേയിലെത്തിയാൽ യാത്രക്കാർക്ക് എണീറ്റ് നിന്ന് യാത്ര ചെയ്യാം. ടൗണിൽ തലങ്ങും വിലങ്ങും കേബിളുകൾ ഉള്ളതുകൊണ്ട് നിന്ന് യാത്ര ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല. അതുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ണിറയെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം. ഹൈവേയിലൂടെ യാത്ര ചെയ്ത് കുട്ടനെല്ലൂരിൽ നിന്നും സർവീസ് റോഡ് വഴി പുത്തൂരിലേക്ക് ബസ് പ്രവേശിച്ചു. ഇനി വീണ്ടും ഇരുന്ന് തന്നെ യാത്ര ചെയ്യണം. തീറ്റപ്പുൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും ഗ്രാമക്കാഴ്ചകളും കണ്ടുകൊണ്ടുള്ള യാത്രക്കിടയിൽ ബസ് ഒരു ചെറിയ ബ്രേക്കിന് നിർത്തി. ടീ ബ്രേക്കിന് സമയമില്ലെങ്കിലും ഇവിടെ നിന്ന് സ്നാക്സോ സോഫ്റ്റ് ഡ്രിങ്ക്സോ വെള്ളമോ ഒക്കെ വാങ്ങാനുള്ള ടൈം തരും. ബ്രേക്കിന് ശേഷം യാത്ര തുടർന്നു. ഇനി പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കാണ് ലക്ഷ്യം. പുത്തൂർ പള്ളിയും കടന്ന് പുത്തൂർ കവലയിൽ കായ്ച്ചു നിന്ന മാവിൽ നിന്ന് ഒരു മാങ്ങയും പൊട്ടിച്ച് സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിച്ചേർന്നു. 350 ഏക്കറോളം വിസ്തൃതിയിൽ 300 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂവും ഏഷ്യയിലെ ഏറ്റവും വലിയ സൂകളിൽ ഒന്നുമാണ്. സൂവിലെ നടപ്പാതയ്ക്ക് ചുറ്റുമുള്ള റോഡിലൂടെയാണ് ബസിന്റെ യാത്ര. അതുകൂടാതെ നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ ഒരുക്കിയിരിക്കുന്ന കൂടുകളായതുകൊണ്ട് ബസ്സിലിരുന്നു കൊണ്ട് മൃഗങ്ങളെ കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കാണാൻ പറ്റിയാൽ ഭംഗിയായിട്ട് കാണുകയും ചെയ്യാം. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. വയനാട്ടിൽ നിന്നും ക്യാപ്ചർ ചെയ്ത് എത്തിച്ചിരിക്കുന്ന നരഭോജി കടുവ, കുമളിയിലെ മംഗളാദേവി മലയിൽ നിന്ന് രക്ഷിച്ചെടുത്ത മംഗള എന്ന കടുവക്കുട്ടി, കൂടാതെ ഒട്ടകപ്പക്ഷി, ചീങ്കണ്ണി, പുള്ളിപ്പുലി, മാൻ, കാട്ടി എന്നിങ്ങനെ ഏതാണ്ട് പകുതിയോളം ജീവിവർഗ്ഗങ്ങൾ പുത്തൂരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ വിദൂര ദൃശ്യം മൃഗശാലയിലൂടെയുള്ള ഈ യാത്രക്കിടയിൽ കാണാം. മൃഗങ്ങളെ കൂട്ടിലെത്തിക്കുന്നതിന് മുൻപുള്ള ക്വാറന്റൈൻ ഷെൽട്ടറുകളും വെറ്റിനറി ഹോസ്പിറ്റലും കടന്ന്
മൃഗശാലയെ വലം വെച്ച് ബസ് തിരികെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ എൻട്രൻസിലെത്തി. ഇനി തിരിച്ച് തൃശൂർ നഗരത്തിലേക്ക്. തുടർന്ന് വീണ്ടും ഹൈവേയിലെ കാഴ്ചകളിലേക്ക്. മുകളിലിരുന്നുള്ള യാത്ര മാത്രമല്ല, പുറത്തുള്ളവരുടെയും മറ്റു വണ്ടിക്കാരുടെയും അറ്റൻഷൻ കിട്ടുന്നതും എല്ലാവരും ചിരിച്ചുകൊണ്ട് കൈവീശി കാണിക്കുന്നതുമൊക്കെ ഈ ഡബിൾ ഡെക്കർ ട്രിപ്പിന് രസകരമായ കുറേ അനുഭവങ്ങൾ സമ്മാനിക്കും. അടിച്ചുപൊളി പാട്ടുകളും ഡാൻസുകളുമൊക്കെയായി അങ്ങനെ ബസ് ഹൈവേയിൽ നിന്നും നഗരത്തിലേക്ക് കടന്നു. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരുക്കുന്ന നിരവധി ഉല്ലാസയാത്രകളിൽപ്പെട്ട ഒന്നാണ് ഈ തൃശൂർ ഡബിൾ ഡെക്കർ. ടിക്കറ്റ് നിരക്കുകളെക്കുറിച്ച് അറിയാനും സീറ്റുകൾ ബുക്ക് ചെയ്യാനും KSRTC സ്വിഫ്റ്റ് വെബ്സൈറ്റോ എൻ്റെ KSRTC നിയോ ആപ്പോ ഉപയോഗിക്കാം. ശ്രദ്ധിക്കുക, ഓപ്പൺ ഡെക്ക് ബസ് ആയതുകൊണ്ട് ഏറ്റവും പിന്നിലെ സീറ്റിലായിരിക്കും ഏറ്റവും നല്ല വ്യൂവിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നത്. 2 മണിക്കൂറോളം നീണ്ട യാത്ര കഴിഞ്ഞ് തിരികെ KSRTC സ്റ്റാൻഡിൽ എത്തുമ്പോഴേക്കും അടുത്ത യാത്രയ്ക്കുള്ള ആളുകൾ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരത്തെയും രാത്രിയിലെയും ട്രിപ്പുകൾ ശോഭ സിറ്റി മോൾ മെയിൻ ഡെസ്റ്റിനേഷനായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൃശൂർ ഡബിൾ ഡെക്കറിലെ യാത്രയുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അടുത്ത യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.